ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഗണേശോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ കുറേ കോമ്പറ്റീഷൻസൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ അതിൽ ഹൈലൈറ്റ് ആയിട്ട് ഉള്ളത് ലേഡീസിൻ്റെ രംഗോളി കോമ്പറ്റീഷനായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം അത് നടത്തിയപ്പോൾ ഞാൻ പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ടായിരുന്നു ലേഡീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. നല്ല സൂപ്പർ രംഗോളീസ് അവർ ഇട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ ഈ രംഗോലിയൊക്കെ സാധാരണ വീടുകളിൽ ഇവിടെ ഇടാറുണ്ട്. അത് ട്രഡീഷണലി അവരങ്ങനെ ഇടുന്നതാണ്. അപ്പോൾ വീട്ടിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാനും കൂടിയാണ് ഇങ്ങനെ രാവിലെ തന്നെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് അടിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ രംഗോലി ഇടുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ ഫെസ്റ്റിവൽ ടൈമിലൊക്കെ കുറച്ച് വലിയ രംഗോലിയൊക്കെ ഇടും. അപ്പോൾ ഇപ്പോൾ ഗണേശയുടെ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് ഗണേശ ഭഗവാനെ വീട്ടിലേക്ക് സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ രംഗോലി ഇടുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ലേഡീസ് ഇങ്ങനെ രംഗോലി പൗഡർ കൈകൊണ്ട് ഡോട്ട് ഡോട്ടായിട്ട് ഇങ്ങനെ ഇടുന്നത് കാണാൻ നല്ല ഭംഗിയാട്ടോ. അത് ആദ്യം നമുക്ക് ഈ ഡോട്ട് ഇടുമ്പോഴത്തേക്കും എന്താ ഇത് ഡിസൈൻ എന്താണെന്നുള്ളതൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു പകുതിയൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നിട്ടാ. അപ്പോൾ നവ്യൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ കളർ കോമ്പിനേഷനൊക്കെ സൂപ്പറായിരുന്നു അവർ ചെയ്തത്. രണ്ട് ആൻറ്റിമാർ, ഇത്തിരി ഏജായ ആൻറ്റിമാരുണ്ടായിരുന്നു. പിന്നെ ഒരു ആൻറ്റിയുടെ പേരക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 8th പഠിക്കണ കുട്ടിയാന്ന് തോന്നുന്നു. അതും നല്ലപോലെ ഇട്ടു കേട്ടോ. ചെറിയ രംഗോലി ആയിരുന്നു അവരിട്ടത്. പക്ഷേ ലേഡീസ് മത്സരിക്കണ കണ്ടപ്പോൾ ജെൻസിനും ഒരാഗ്രഹം. അവരും വിട്ടുകൊടുത്തില്ല കേട്ടോ. അവരുടേതായ ചില രംഗോലീസ് അവർ അവിടെ വരച്ചു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. അവർ വരയ്ക്കണ കണ്ട് അങ്ങനെ ലേഡീസ് എല്ലാവരും കൂടി ചുറ്റും നിന്ന് കാണുമായിരുന്നു കേട്ടോ. ഏതോ ആനിമൽസിനെയൊക്കെയാണ് വരച്ച് കാണിച്ചത്. ഇവർ വരക്കണ കണ്ടപ്പോൾ തോന്നിയത് എനിക്ക് തോന്നുന്നു വീടുകളിലും വൈഫിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നു രംഗോലി ഇടാനായിട്ട്. അത്രയും മനോഹരമായിട്ടായിരുന്നു ഓരോരുത്തരും വരച്ചത് കേട്ടോ. അപ്പോൾ അവരുടെ പാർട്ടിസിപ്പേഷനും വളരെ ഭംഗിയായിട്ട് അവർ നിറവേറ്റി കേട്ടോ.
അപ്പം കോമ്പറ്റീഷൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കാണാനൊക്കെ വരുമായിരുന്നു കേട്ടോ. അതാ നമ്മുടെ രാജലക്ഷ്മി ആൻറ്റിയാണ് വന്നത്. പിന്നെ അതാ നമ്മുടെ വിസ്മയും കനസും അവർ ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അങ്ങനെ നേരെ വന്നതാട്ടോ. അത് കഴിഞ്ഞതാ അവർ ക്ലബ് ഹൗസിൻ്റെ സ്വിമ്മിങ് പൂളാണ് അവിടെ ഉള്ളത്. അവിടെ പോയിന്ന് എന്തൊക്കെയോ വർത്തമാനത്തിലാണ്. രംഗോലീസ് ഇങ്ങനെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. എത്ര മനോഹരമായിട്ടാണ് ചെയ്തേക്കണേന്ന് നോക്ക്. ആദ്യം തുടങ്ങിയപ്പോൾ നമുക്ക് വിചാരിച്ചില്ല ഇത്രയും മനോഹരമായിരിക്കുമെന്ന്. ആ കളർ കോമ്പിനേഷനൊക്കെ എന്ത് സൂപ്പറായിട്ടാണ് ചെയ്തേക്കണേന്ന് നോക്കൂ. ഓൾമോസ്റ്റ് തീർന്നു കഴിഞ്ഞപ്പോൾ അവരെയൊക്കെ നിർത്തിയിട്ട് കമ്മിറ്റി മെമ്പേഴ്സ് ഫോട്ടോസൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ അതിലോട്ടൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ ഈ ഫോട്ടോസ് എടുക്കുന്നത്. അങ്ങനെ രംഗോലീസൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ ജഡ്ജ് വന്നു കേട്ടോ. ഞങ്ങളുടെ തൊട്ടടുത്ത അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു മാഡം ആയിരുന്നു. അവരുടെ പേര് ജയശ്രീ എന്ന് തന്നെയാണ് കേട്ടോ. ഒരു ഡ്രോയിങ് ടീച്ചറാണ്. അപ്പോൾ അവർ വന്നിട്ട് എല്ലാത്തിനും മാർക്കൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.